തുടങ്ങുകയാണ്. എക്സാമിന് ഏകദേശം 150ഓളം ദിവസങ്ങളാണുള്ളത്, 150 ദിവസങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ മിഷൻ 2025 എന്നുള്ള പേരിൽ മിഷൻ ജൂൺ 2025 എന്നുള്ള പേരിൽ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം. ഞാനിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറൗണ്ട് ഒരു 600ഓളം സ്റ്റുഡൻസാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. എത്രത്തോളം ആൾക്കാരിലേക്ക് ഇത് എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല. മാക്സിമം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, പഠിക്കാം, എല്ലാവർക്കും ഒരുമിച്ച് പാസ്സാവാം. അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാനിൽ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ക്ഷമ എന്നുള്ളതാണ്, പേഷ്യൻസ് ആണ്. ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ള് കാണാനുള്ളൊരു ക്ഷമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ എക്സാം വരാൻ പോകുന്നത് ഇനി 5 മാസങ്ങൾക്ക് ശേഷമാണ്. ചിലപ്പം നമ്മൾ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിനൊക്കെ ശേഷം കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ ഇനി എത്രയോ മാസങ്ങളുണ്ട്, 5ഓളം മാസങ്ങളുണ്ട്. സംഭവം നമ്മൾ ആലോചിക്കുന്ന സമയത്ത് വലിയൊരു ടൈം പീരീഡ് ആണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ CMA സിലബസിൻ്റെ 100% നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ മെറ്റീരിയൽ 100% കവർ ചെയ്യുക എന്നുള്ളതിലുപരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റഡി പ്ലാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ഒന്നുകൂടെ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ട് എല്ലാവരും ഒരുമിച്ച് പഠിച്ചു പോകുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്നും എക്സ്ട്രാ കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ കുറേ ആൾക്കാർ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, അത് ഫാക്കൽറ്റീസ് തന്നെ ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്തുണ്ടോ, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ചോദിച്ചു. തമാശക്ക് ചോദിച്ചതാണ്. പക്ഷേ ആലോചിച്ച് നോക്കുമ്പോൾ സംഭവം ശരിയാണ്. അപ്പം ഞാനിവിടെ ഇനി പറയാൻ പോകുന്ന പ്ലാനുകളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റേതായിട്ടുള്ള എഫേർട്ടുകൾ ഇതിൽ കുറേ വേണ്ടതുണ്ട്. ഞാൻ കുറേ സമയം എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. നമ്മുടെ എന്താ പറയുക, CMA റമീസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ക്ലാസ്സസ് സെയിൽ ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ കൂടിയിട്ട് ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പിറകിൽ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് വേണ്ടതുണ്ട്. പക്ഷേ ആ എഫേർട്ട് എടുക്കുമ്പോഴും കുഴപ്പമില്ല. മാർക്കറ്റിംഗ് എന്നുള്ളതിൽ ഉപരി ഞാൻ അവിടെ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു റിസൾട്ടാണ്. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 5 മാസത്തോളം ഞാനും നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു സ്റ്റഡി പ്ലാൻ ബിൽഡ് ചെയ്യുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതുമ്പം എനിക്കും, നിങ്ങൾ എക്സാം എഴുതി പാസ്സാകുമ്പം കിട്ടുന്ന ആ ഒരു സന്തോഷം ഞാൻ വിചാരിക്കുന്നു എനിക്കും കിട്ടുമെന്ന്. അതേപോലെ 600 സ്റ്റുഡൻസ് ഇപ്പോൾ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, എനിക്ക് എന്തായാലും ഉറപ്പാണ് അതൊരു 1000ൻ്റെ മേലെ എന്തായാലും പോകും. അപ്പോൾ ഈ 600 ആൾക്കാർ, 600 വെച്ചാൽ തന്നെ നമുക്ക് പറയാം, ഈ 600 ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 കുടുംബങ്ങളാണ് അല്ലേ, 600 കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഏതെങ്കിലും ഒരു കുടുംബം ഞാൻ കാരണം രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ് അല്ലേ. ഞാൻ വളരെ ഓപ്പണായിട്ടാണ് എല്ലാം സംസാരിക്കുന്നത്. ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള പ്രൊഫഷണൽ ലെവലിലോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ചില ആൾക്കാർക്ക് ഇത് തമാശയായിട്ടും തോന്നിയേക്കാം. അങ്ങനത്തെ ആൾക്കാരോടൊന്നും പറയാനില്ല. ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും ചിലപ്പോൾ അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ പാർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മീൻസ് നിങ്ങളുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതുക എന്നുള്ളതാണ്. പിന്നെ അവിടെ കുറേ പാർട്ടുകളുണ്ടല്ലേ, കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ പാസ്സാവാൻ ഒരു 50% ചാൻസ് ആണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ചാൻസിനെ ഒരു 90% ചാൻസ് ആക്കി ഞാൻ മാറ്റിത്തരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾ 50% പാസ്സാവാൻ ചാൻസ്, അത് നമുക്ക് എന്തിലേക്ക് മാറ്റാം, 90%ലേക്ക് മാറ്റാം. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ക്ഷമ എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഈ ഒരു ജൂൺ എക്സാം വരെ. ഈ ഒരു ലോങ് പീരീഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ സാധാ ഒരു വീഡിയോ ഒക്കെ ഇറക്കുന്ന സമയത്ത് 2 മാസമോ 3 മാസമൊക്കെ പെൻഡിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്.
അപ്പോൾ നമ്മളും കൂടെ പഠിക്കുന്ന സമയമാണ്. പക്ഷേ ഇപ്പം ചില ആൾക്കാർ ചോദിക്കും നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ, അല്ലെങ്കിൽ ഇപ്പം എന്തോ ഒരു ആവേശത്തിൽ എന്ത് ചെയ്യും എൻ്റെ കൂടെ വരും, ചിലപ്പം പിന്നെന്ത് ചെയ്യും ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പാടില്ല. നിങ്ങൾ പേഷ്യൻസോട് കൂടി എന്താണോ നിങ്ങൾക്ക് തരുന്ന ടാസ്കുകൾ, എന്താണോ നമ്മൾ ചെയ്യാൻ പറയുന്ന വർക്കുകൾ, എന്താണോ നമ്മൾ ചെയ്യാൻ പറയുന്ന പ്ലാനുകൾ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിട്ടുണ്ടാവണം, ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു തമാശക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറപ്പുള്ള ആൾക്കാരാണെങ്കിൽ കൂടെ കൂടിക്കുകയോ നമുക്ക് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പാസ്സാവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് കാര്യങ്ങൾ പറയാം. ഇറ്റ്സ് മീ സിമി റമീസ് കാരാട്ട്. വെൽക്കം ടു സിമി റമീസ് ക്ലാസ്സസ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ക്ഷമയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റഡി പ്ലാനിലേക്കൊക്കെ പോകാം. കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് എക്സാം പാസ്സാവാൻ പറ്റില്ല, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയുന്ന പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആവേശത്തിൻ്റെ മേലെ കൂടി പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾ പഠിക്കുന്നത് കുറച്ചാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നത് അങ്ങനത്തെ സ്റ്റഡി പ്ലാനുകളാണ്, വളരെ കുറച്ചായിട്ടുള്ള വളരെ ലിബറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തരുന്ന ആ ഒരു പോർഷൻ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ ദിവസം പഠിക്കാൻ പറഞ്ഞു, അത് നിങ്ങൾ പഠിക്കണം. രണ്ടാമത്തെ ദിവസം പറയും അങ്ങനെ പഠിക്കണം. അങ്ങനെ 150ഓളം ദിവസങ്ങളും എന്താണോ പറയുന്നത് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും കുറേ ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന കാര്യം തുടർച്ചയായിട്ട് അത് എന്താ പറയുക ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. പേഷ്യൻസ് വേണം, കൺസിസ്റ്റൻസി വേണം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താ എന്നുള്ളതിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കടക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റീലിൻ്റെ ലെങ്ത്ത് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്തി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഓരോ സ്റ്റഡി പ്ലാൻ ഫിക്സ് ചെയ്യുക എന്നുള്ളത്, അഥവാ ഓരോ ടോപ്പിക് വൈസ് ഏത് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഫിക്സ് ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സാമ്പിളുകൾ എടുത്ത് പറയാം. ഒന്നാമത്തത് ഇപ്പം നമ്മൾ വേറെ കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്, ഫസ്റ്റ് ഗ്രൂപ്പിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ആണ് ഫസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അത് വിചാരിച്ചിട്ട് സ്റ്റഡി പ്ലാൻ നമുക്ക് എല്ലാത്തിനും ഉണ്ടാവുമെങ്കിലും നമ്മൾ ബാക്കിയുള്ള കോൺസെപ്റ്റ് ഡിസ്കഷൻ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് എന്നുള്ളതൊക്കെ ഏതിന് മാത്രമേ ഉണ്ടാവൂ. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അഥവാ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അവിടെ നമ്മൾ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. അഥവാ ഒന്നാമതായിട്ട് ചെയ്യുക, ഇപ്പം നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എടുക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയും, എടാ നാളെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അല്ലെങ്കിൽ എടാ ഈ വരുന്ന 5 ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് മെറ്റീരിയൽ കോസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ആ മെറ്റീരിയൽ കോസ്റ്റ് എന്നുള്ള ചാപ്റ്ററിനെ പറ്റിയിട്ട് ഒരു ഔട്ട്ലൈൻ, ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിച്ച് തരിക എന്നുള്ളതല്ല. അതിന് നമ്മളെ റെക്കോർഡ് ക്ലാസ് വേറെ ഉണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം അത് പർച്ചേസ് ചെയ്യാം. അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. അഥവാ എന്താണ് EOQ, എങ്ങനെയാണ് IOQൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത്, അതുപോലെ എന്താണ് മെയിൻറ്റെയിനിങ് സ്റ്റോക്ക് ലെവൽ, എന്താണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, എങ്ങനെയാണ് FIFO LIFO ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്രോബ്ലം ഒന്നും ചെയ്യാതെ ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം, അഥവാ ഓൾറെഡി പഠിച്ച ആൾക്കാർക്ക് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. ഇനി റിവിഷന് വേണ്ടിയിട്ട് എക്സാമിൻ്റെ തലേന്ന് വരെ കാത്തു നിൽക്കേണ്ട എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ തന്നെ ആ ഒരു സംഭവം നിങ്ങൾക്ക് തരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഒരു ടോപ്പിക്ക് പറഞ്ഞു തന്നു, പഠിക്കാനുള്ള ടൈം പീരീഡ് പറഞ്ഞു തന്നു. ഈ ടൈം പീരീഡ് ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ടൈം പീരീഡ് ഫിക്സ് ചെയ്തിട്ടുള്ളതല്ല, കറക്റ്റായിട്ട് നമ്മളുടെ 3 റിവിഷൻ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു ടൈം പീരീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. എന്നതുപോലെ നമുക്ക് സജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ടൈം പീരീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒക്കെയാണ് സമയം ഇങ്ങനെ ക്രമീകരിച്ച് പറയുന്നത് എന്നുണ്ടെങ്കിലും ഈ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റ് കൂടി എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സംഭവം ക്ലിയർ ആണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു മെറ്റീരിയൽ കോസ്റ്റ് 5 ദിവസം കൊണ്ട് പഠിക്കണം എന്ന് പറയുന്നു, അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു തരുന്നു. മൂന്നാമതായിട്ട് ഈ 5 ദിവസങ്ങളിലായിട്ട് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അഥവാ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഔട്ട് സൈഡ് ക്വസ്റ്റ്യൻസ് ആവാം. അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യുന്നതും അതിൻ്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതും ആണ്. ക്ലാസ്സിൻ്റെ വീഡിയോ തന്നെ, വെറുതെ വോയിസ് അയച്ച് പറഞ്ഞു തരികയല്ല. അതല്ലാതെ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ നിന്ന് അത് കാണാൻ പറ്റുന്നതും ആയിരിക്കും. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്ത് കുട്ടികൾ അതൊക്കെ കാണുന്നതായിരിക്കും. അതല്ലാതെ എക്സ്ട്രാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. അതേപോലെ തന്നെ ഈ 5 ദിവസം നിങ്ങളോട് പഠിക്കാൻ പറയുന്നതിൽ ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ മെറ്റീരിയൽ, ഇതൊക്കെ എക്സാമ്പിളാണ് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് 5 ദിവസം പഠിക്കണം. അതിൽ നിങ്ങൾ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം സ്പെൻഡ് ചെയ്യേണ്ടത് മെറ്റീരിയൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം നിങ്ങൾ മെറ്റീരിയൽ കോസ്റ്റിലെ സജസ്റ്റഡ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കേണ്ടത്. അങ്ങനെ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ സജസ്റ്റഡ് ആൻസറിനുള്ള ഒരു സമയവും നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് തരും. അതേപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ മെറ്റീരിയൽ കോസ്റ്റ് നിങ്ങൾ പഠിക്കുന്നു, 5-ാമത്തെ ദിവസം എത്തുന്നു, അടുത്ത് നിങ്ങളോട് പറയും എടാ എംപ്ലോയി കോസ്റ്റ് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്, അതിന് സജസ്റ്റഡ് ആൻസറിന് ഇത്ര പീരീഡ് ആണുള്ളത്. എന്നിട്ട് ആ എംപ്ലോയി കോസ്റ്റിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ ഒരു നിശ്ചിത ടോപ്പിക് എത്തുന്ന സമയത്ത് നമുക്ക് എക്സാം നടത്തുന്നതാണ്. എക്സാം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക് എത്തുന്ന സമയത്ത്, അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ചാപ്റ്റർ ആണെങ്കിൽ ആ മെറ്റീരിയൽ കോസ്റ്റ് ഒന്നും മാത്രം ഒരു എക്സാം നടത്തുന്നതാണ്. എംപ്ലോയി കോസ്റ്റ് വലിയ ചാപ്റ്റർ ആണെങ്കിൽ എംപ്ലോയി കോസ്റ്റ് ഒന്നും മാത്രം ഒരു എക്സാം നടത്താണ്. എന്നാൽ ബാച്ച് കോസ്റ്റിംഗ് ഉണ്ട്. എക്സാമ്പിൾ ബാച്ച് കോസ്റ്റിംഗ് ചെറിയ കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ ബാച്ച് കോസ്റ്റിംഗും ജോബ് കോസ്റ്റിംഗും കൂടെ എടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് എക്സാം അനൗൺസ് ചെയ്യുക. അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, തരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യണം, ആ എക്സാം എഴുതണം. വേറെ എന്തെങ്കിലും ബുക്കുകൾ വെച്ചിട്ടോ കാര്യങ്ങളല്ല, നിങ്ങളെ പരിശോധിക്കാൻ ആരുമില്ല, നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ അത്രയും ദിവസം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, എഴുതി നോക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് എക്സാം എഴുതി നോക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ വരാം. അതിൻ്റെ മുന്നേ ഈ കണ്ടിന്യൂസ് നിങ്ങൾ എക്സാം എഴുതിയിട്ട് എന്ത് ചെയ്യും, അത് ഫോട്ടോ എടുത്ത് നല്ല ക്ലിയറോട് കൂട്ടിയിട്ട് എനിക്ക് അയച്ചു തരും. എങ്ങനെയാണ് അയച്ചു തരിക എന്നുള്ളതൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയും. അങ്ങനെ നിങ്ങൾ അയച്ചു തരുന്ന സമയത്ത് ഞാൻ അത് എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ ഇവിടുന്ന് പ്രിൻ്റ് എടുക്കും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ PDF നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഓരോരുത്തരുടെയും പേപ്പർ ഞാൻ എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും. ഓക്കെ. എന്നിട്ട് ഞാൻ മനസ്സിലാക്കും എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. നിങ്ങൾക്ക് നോളജിൻ്റെ കുറവാണോ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങളോട് പറയും നിങ്ങൾ പഠിച്ചത് എന്തായിട്ടില്ല, ശരിയായിട്ടില്ല, നിങ്ങൾ പഠിച്ചത് എന്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതെന്ത് ചെയ്യണം, ഒന്നുകൂടെ മാറ്റി പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് ഓക്കെ അല്ല, അല്ലാതെ നീ പഠിച്ചതൊക്കെ ശരിയാണ്, പക്ഷേ നിൻ്റെ ആ പ്രസൻറ്റേഷൻ അത് ലേശം മോശമാണ്. ഈ പ്രസൻറ്റേഷൻ വെച്ച് നീ CMA എക്സാം ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസ്സാൻ പറ്റില്ല. എടാ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് പ്രശ്നം, എടാ നീ മാർജിൻ വരച്ചതാണ്, നീ ബോക്സ് വരച്ചതാണ്, നീ ഹെഡിങ് ചെയ്താത്തതാണ് പ്രശ്നം, നീ വർക്കിംഗ് നോട്ട് ചെയ്താത്തതാണ് പ്രശ്നം, എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾക്ക് തന്നെ ഗ്രാജുവലി എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളുടെ പെർഫോമൻസ് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. കേട്ടിട്ട് ഒരു രസം തോന്നുന്നില്ലേ, വർക്കാവുമെന്ന് തോന്നുന്നില്ലേ, സംഭവം ശരിയാണ്, എൻ്റെ ഭാഗത്ത് നിന്ന് നല്ല എഫേർട്ട് വേണം. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് തമാശയല്ല. 600ഓളം കുട്ടികൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, 600ഓളം ആൾക്കാർ എക്സാം എഴുതി എനിക്ക് അയച്ചു തരികയെന്ന് വിചാരിച്ചോ. 600 ആൾക്കാരെ പേപ്പർ നോക്കാൻ ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾ വിചാരിച്ച് നോക്കാം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് വെറും മാർക്കറ്റിംഗ് മാത്രമല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു എക്സാം ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നതാണ്. ഇനി ആ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസും കൂടി ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ എക്സാം നിങ്ങൾ എഴുതി, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അടുത്ത എക്സാമിലേക്ക് നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അത് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് തന്നെ അവിടെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെങ്കിലും ഈ പെർഫോമൻസ് നിങ്ങളുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എക്സാമിന് നമുക്ക് വരുന്ന പ്രശ്നമാണെന്ത്, ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടൈം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം എഴുതുന്ന സമയത്ത് ആ ഒരു സംഭവത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. മനസ്സിലായോ? അതേപോലെ വർക്കിംഗ് നോട്ട് എഴുതാൻ പറ്റും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. നിങ്ങൾ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം നടത്തുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പോവാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇത് വളരെയധികം എന്ത് ചെയ്യും, യൂസ്ഫുൾ ആയിരിക്കും. ആരെങ്കിലും ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിരുന്നെങ്കിൽ. കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാർ ഞങ്ങളിങ്ങനെ എക്സാം എഴുതി, വെറും ക്ലാസ് ഒന്നും വേണമെന്നില്ല, ഞങ്ങൾ എക്സാം എഴുതി ഞങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇതൊരു പ്രൊഫഷണൽ എക്സാമാണ്. ഇവിടെ എക്സാമിൻ്റെ പ്രസൻറ്റേഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു സംഭവം, ഇപ്പം നമ്മൾ ഏകദേശം എന്ത് ചെയ്തു, 5ഓളം കാര്യങ്ങളെ പറ്റി പറഞ്ഞു അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, എനിക്കറിയാം വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട്, ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് ക്ഷമ വേണം. ഓക്കെ, ഞങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ നോക്കുന്നത് എൻ്റെ ക്യാമറയിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്ര മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് വീണ്ടും പറയേണ്ടി വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓരോ ടോപ്പിക്ക് ഫിക്സ് ചെയ്യുന്നു. ചെറിയ ടോപ്പിക്കായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു. മൂന്നാമത്തേത് ക്വസ്റ്റ്യൻസ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. നാലാമത്തേത് എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അഞ്ചാമത്തേത് വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ നോക്കുക, എന്തൊരു അടിപൊളിയാണ്. ഇങ്ങനെ നമ്മളൊരു 150 ദിവസം പഠിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂലേടാ. സാധാ ഇരുന്ന് നമ്മൾ ഇങ്ങനെ പഠിച്ച് ബാ എന്ന് പറഞ്ഞ് പഠിക്കുന്നതിനേക്കാൾ ഇങ്ങനെ സ്ട്രക്ചർഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്സാൻ പറ്റൂലേടാ. നമ്മൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നാണ് രണ്ടാമത്തെ പ്ലാനും കൂടെ പറയാം. ഓക്കെ, അതിൻ്റെ മുന്നേ രണ്ടാമത്തെ പ്ലാനിലേക്ക് ഞാൻ വരാം. ഒന്നാമത്തെ പ്ലാനിൽ തന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ സമയത്തിന് നിങ്ങൾ പഠിച്ച് തീർക്കണം. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരുന്നേക്കാം.
നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവാം, ട്രെയിനിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ടാവാം, കല്യാണങ്ങൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാരുണ്ടാവും, ഫംഗ്ഷൻസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്ലാനിൻ്റെ കൂടെ വന്നിട്ട് കാര്യങ്ങളില്ല. കാരണം എന്താ, ഞാൻ 5 ദിവസം കൊണ്ട് മെറ്റീരിയൽ കോസ്റ്റ് തീർക്കാൻ പറഞ്ഞാൽ നിങ്ങൾ തീർക്കണം. അതല്ലെങ്കിൽ പിന്നെ എന്തില്ല, കാര്യമില്ല. കാരണം ഞാൻ 5 ദിവസം കഴിഞ്ഞ് ഞാൻ എംപ്ലോയി കോസ്റ്റിലെത്തും. അങ്ങനെ 5 ദിവസം കൊണ്ട് പഠിക്കാതെ നിങ്ങൾ എക്സാം എഴുതിയിട്ട് സാർ ഇത് വാല്യൂ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് എന്നെ പുച്ഛിക്കുന്ന പോലെയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? കാരണം ഞാൻ നിങ്ങളെ എക്സാമിൻ്റെ റിസൾട്ട് ഒന്നും, അഥവാ നിങ്ങളിൽ നിന്ന് ഒരു റിട്ടേണും പ്രതീക്ഷിക്കാതെ ഞാൻ നിങ്ങളെ എക്സാമിൻ്റെ പേപ്പർ നോക്കുകയാണ്. ആ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ്, പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ ഞാൻ നോക്കുന്ന നേരം നിങ്ങൾ പഠിക്കാതാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അതൊരു പ്രഹസനമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. പറയുന്ന സമയത്ത് പഠിക്കുക. ആ പഠിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യം കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂടെ യോജിച്ച് ലയിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതൊരു രസമായിട്ട് മാറും. പഠിക്കുന്നത് ഒരു രസമായിട്ട് മാറും. ജൂണിൽ എന്തായാലും ഒരു 150 ദിവസമല്ലേ ഇടാം, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ബോത്ത് തന്നെ എക്സാം എഴുതി പാസ്സാകാൻ പറ്റും, അല്ലെങ്കിൽ സിംഗിൾ എഴുതുന്ന ആൾക്കാർക്ക് സിംഗിൾ എഴുതി പാസ്സാകാൻ പറ്റും. ഇനി ഞാൻ എൻ്റെ രണ്ടാമത്തെ പ്ലാനിലേക്ക് പെട്ടെന്ന് തന്നെ വരാം. ഈ ഒരു പ്ലാനിനെ പറ്റി പറയാനുള്ളത്, ഒന്നാമത്തെ പ്ലാൻ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പിന്നെ നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം രണ്ടാമത്തത് ഇതിനേക്കാൾ ഡാർക്കായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി രണ്ടാമത്തെ പ്ലാൻ നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്നും നിർബന്ധമില്ല. ഒന്നാമത്തെ പ്ലാൻ പറഞ്ഞു, അത് മാത്രം മതി ശരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ആ ഒന്നാമത്തെ പ്ലാൻ മാത്രം ഓപ്റ്റ് ചെയ്യുന്ന ആൾക്ക്, അതിന് മാത്രം എൻ്റെ കൂടെ കൂടുന്ന ആൾക്കാർക്ക് അങ്ങനെയും കൂടാം, ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്തേതിൽ നിങ്ങൾ കൂടണമെന്നില്ല, യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നു, രണ്ടാമത്തെ പ്ലാൻ കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ 90% നിങ്ങൾക്ക് റിസൾട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു 95% നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അത്രക്കും അടിപൊളിയായിട്ടുള്ള, അല്ലെങ്കിൽ അത്രക്കും റിസർച്ചുകളൊക്കെ ചെയ്ത് കുട്ടികളോട് സംസാരിച്ചതിന് ശേഷം എത്തിയിട്ടുള്ള ഒരു വർക്കൗട്ട് സെഷനാണ്, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ആണ്. അതേപോലെ തന്നെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം തന്നെ ഉറപ്പുള്ള ആൾക്കാർ മാത്രം അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പേര് തരിക, അഥവാ ഇതിന് പേര് തരണം. മറ്റേത് നിങ്ങൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ആ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ ഇനി പറയാൻ പോകുന്ന സംഗതി, ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊരു നമ്മുടെ ഗ്രൂപ്പിലൊരു ഗൂഗിൾ ഫോം ഇടും. ആ ഗൂഗിൾ ഫോമിൽ ഇനി പറയാൻ പോകുന്ന പ്ലാൻ 2 ഉള്ള ആൾക്കാർ മാത്രം അത് ഫില്ല് ചെയ്താൽ മതി. പ്ലാൻ 1 ആൾക്കാർ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഗ്രൂപ്പിൽ നിന്നാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കോളും. രണ്ടാമത്തെ പ്ലാൻ ഇതാണെടാ, നിങ്ങളെ താല്പര്യമുള്ള ആൾക്കാരെ, നമ്മളിപ്പോൾ 600 ആൾക്കാരും താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. ഈ 600 ആൾക്കാരെ 10 ആളുകളുള്ള ഒരു ടീമായിട്ട് നമ്മൾ മാറ്റുന്നു. സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. 10 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാക്കി നിങ്ങളെ മാറ്റുന്നു. ഓരോരോ ഗ്രൂപ്പാക്കിയിട്ട് 10 ആളുള്ള ഒരു ഗ്രൂപ്പ്, 10 ആളുടെ രണ്ടാമത്തെ ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിനും ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിൽ ആ 10 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തൊരു ഗ്രൂപ്പിൽ 10 ആൾക്കാർ മാത്രമേ ഉണ്ടാവും. പിന്നെ നമ്മളെ ഭാഗത്തു നിന്നുള്ള അഡ്മിൻസ് ആരെങ്കിലും ഒരാളുണ്ടാവും, മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിക്കുന്നു. ഇനി എന്താണ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, മിഷൻ ജൂൺ 2025 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട്, അതല്ല പറയുന്നത്. അതിൻ്റെ പുറമെ 10 ആൾക്കാർക്ക് മാത്രമുള്ള ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു. അതിലെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ ടാസ്കേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഈ 10 ആൾക്കാരിൽ നിന്നും ഒരാളെ നമ്മൾ ലീഡറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം ഒരു ലീഡർ, വേറെ ഒന്നുമില്ല, വേറെ ക്ലാസ് ലീഡർ എന്ന് പറയുന്ന പോലെ ഒന്നല്ല, ഒരു ലീഡർ. കാരണം ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ, എനിക്കല്ലെങ്കിൽ ഈ 10 ആൾക്കാരോട് സംസാരിച്ചോളാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഓരോ ആൾക്കാരാണ് എന്നോട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കും കുറച്ചും കൂടെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരാളെ നമ്മൾ റെപ്പായിട്ട് തിരഞ്ഞെടുക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള. ഓക്കെ, ഇനി ഈ ഗ്രൂപ്പിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെറ്റീരിയൽ കോസ്റ്റാണ് നിങ്ങൾ ഈ ഒരു 5 ദിവസം കൊണ്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പഠിക്കേണ്ടത്. ആ നിശ്ചിത സമയം എത്തിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് എന്താണ് നിങ്ങൾ പഠിച്ചത് എന്നുള്ളത് അയക്കണം. 3 മിനിറ്റുള്ള ഒരു വോയിസാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് മാറ്റാം. 3 മിനിറ്റോ 5 മിനിറ്റോ ആക്കി മാറ്റാം. അഥവാ 3 മിനിറ്റേക്കാൾ കൂടാൻ പാടില്ല. കുറഞ്ഞാൽ കുഴപ്പമില്ല, കൂടാൻ പാടില്ല. അപ്പോൾ എന്താണ് സാർ ഞാൻ പറയേണ്ടത്? എടാ, മെറ്റീരിയൽ കോസ്റ്റ് നീ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനാണ് ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ സംസാരിക്കുക. ഞാനിതാ മെറ്റീരിയൽ കോസ്റ്റ് ആയിരുന്നു പഠിച്ചത്. മെറ്റീരിയൽ കോസ്റ്റ് പഠിച്ചപ്പോൾ എനിക്കതിൽ മനസ്സിലായത്, അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ EOQ, മെയിൻറ്റെയിനിങ് ലെവൽ, ആണ്. EOQൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ക്യാരിയിങ് കോസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. എക്സാമ്പിളാണ് പറയുന്നത്, ക്യാരിയിങ് കോസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുന്നു, വോയിസ് ആയിട്ട് അയക്കുന്നു. എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതല്ല. മെയിനായിട്ടും നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് അതെന്ത് ചെയ്യുന്നു, വോയിസ് ആക്കി ആ ഗ്രൂപ്പിൽ ഇടുന്നു. 10 ആൾക്കാരും ഇടുന്നു. ചിലപ്പോൾ ഒന്നാമത്തെ ആൾ പറഞ്ഞ അതേ സംഗതി തന്നെയായിരിക്കും രണ്ടാമത്തെ ആൾക്ക് പറയാനുള്ളത്, എന്നാലും വോയിസ് ഇടണം. എന്നും വോയിസ് ഇടണം വേണ്ട, ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുന്ന ആ ഒരു സന്ദർഭത്തിൽ മാത്രം. സാർ എന്തിനാണിത്, ലോജിക്ക് മനസ്സിലായില്ല. എടാ, നിങ്ങൾ ബാക്കിയുള്ള 9 ആൾക്കാർ
ആ ഒരാൾ പറഞ്ഞ വോയിസ് കേൾക്കുകയും വേണം. ഓരോരുത്തരും പറഞ്ഞ വോയിസ് എല്ലാവരും കേൾക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ്. അതായത് നമ്മുടെ ഒരു തിങ്കിങ് പ്രോസസ്സ് ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. നിങ്ങൾ ഒരു തവണ മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു. ആ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇതിൽ വോയിസ് ഇടാണ്. അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ പോലെയാണ് നിങ്ങൾ അതിൽ വോയിസ് ഇടുന്നത് അല്ലേ. മറ്റൊരാൾക്ക് മനസ്സിലാവണം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആ വോയിസ് ഇടുന്നുണ്ടാവുക. അങ്ങനെ നിങ്ങൾ വോയിസ് ഇട്ടു. പിന്നെ നിങ്ങൾ വോയിസ് കേൾക്കുകയാണ്. 3 മിനിറ്റുള്ള 9 ആൾക്കാർ, മറ്റുള്ള 9 ആൾക്കാർ അയച്ചിട്ടുള്ള വോയിസ് നിങ്ങൾ കേൾക്കുകയാണ്. 3 × 9 നിങ്ങൾക്ക് എന്ത് വരുന്നു, ഒരു 27 മിനിറ്റ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ 9 തവണ ഒരു റിവിഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നത് അല്ലേ, ഓരോ ടോപ്പിക്കും. അതേപോലെ ഒന്നാമത്തെ ആൾ പറഞ്ഞ രീതിയിലായിരിക്കില്ല സംഭവം. കണ്ടന്റ് ഒക്കെ ഒന്നായിരിക്കും. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നത് നിങ്ങൾ പഠിച്ചാലും സെയിം ആണ് അതിലുള്ള കണ്ടന്റ്. പക്ഷേ ഈ ഒരാൾ അവതരിപ്പിച്ച രീതിയിലായിരിക്കില്ല രണ്ടാമത്തെ ആൾ അത് അവതരിപ്പിക്കാൻ പോണത്. അതേപോലെ ആയിരിക്കില്ല മൂന്നാമത്തെ ആൾ അവതരിപ്പിക്കാൻ പോണത്. ചിലപ്പോൾ രണ്ടാമത്തെ ആൾ പഠിക്കുമ്പോൾ ഒരു പോയിന്റ് മിസ്സായി പോയിട്ടുണ്ടാവും, മൂന്നാമത്തെ ആൾ പറയുന്നതിൽ ആ പോയിന്റ് കയറി വന്നിട്ടുണ്ടാവും. അപ്പോൾ അവന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും, ഓക്കെ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഓക്കെ, സംഭവം നമുക്ക് പ്രയാസം തോന്നുന്നതാണെങ്കിലും ഇത് നിങ്ങൾ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഓരോ ടോപ്പിക് എത്തുമ്പോൾ നമ്മൾ ഈ ഒരു സംഭവം അതിൽ ആ ഗ്രൂപ്പിൽ അത് മാത്രം ഈ വോയിസ് ഇങ്ങനെ വരും ഒരു പീരീഡ് എത്തുമ്പോൾ. ഓക്കെ, അപ്പം ഈ ടീം ലീഡർ എന്ത് ചെയ്യുന്നു, എല്ലാവരും അയച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, എന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹെൽപ്പ് വേണ്ടതാണെങ്കിൽ എന്നോട് പറയുന്നു, അത് മാത്രം. ഓക്കെ, ഇനി ചിലപ്പോൾ എന്ത് സംഭവിക്കുകയും ചെയ്യും, നിങ്ങൾ പറയുമ്പം നിങ്ങൾ പറഞ്ഞതിൽ ചിലപ്പോൾ എന്തോ തെറ്റുണ്ടാവും, അത് ആർക്ക് തിരുത്തി തരാൻ പറ്റും, ഈ 9 ആളിൽ ഒരാൾക്ക് തിരുത്തി തരാൻ പറ്റും. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ നടക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ എന്ത് ചെയ്യും നടക്കും. അങ്ങനല്ലല്ലോ സാറ് പഠിപ്പിച്ചത്. അപ്പോൾ മറ്റൊരാൾ പറയും അല്ല അത് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ അത് ഇത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ലല്ലോ അത്, അപ്പോൾ അല്ല അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ അയാൾക്ക് തന്നെ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, ഇതാക്കാൻ പറ്റും. അങ്ങനെ ഈ 10 ആൾക്കാരുള്ള ഒരു കൂട്ടായ്മയായി മാറുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്ത് രസമായിരിക്കും. അങ്ങനെ രസത്ത് പഠിച്ചുകൂടേടാ, എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ചുകൂടേടാ, 10 ആൾക്ക് ഒരുമിച്ച് പാസ്സായിക്കൂടേടാ അല്ലേ. ഇനി ഡൗട്ടുകൾ വരികയാണെങ്കിലും നിങ്ങൾ 1-2 ദിവസത്തേക്കുള്ള ഒരു കൂട്ടായ്മയാണ് ഉണ്ടാക്കിയല്ല, 150 ദിവസത്തേക്കുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരുമ്പോൾ ആദ്യം നിങ്ങൾ ഈ 10 ആൾക്കാർ മിങ്കിളാവാൻ ഒരു പ്രശ്നമുണ്ടെങ്കിലും പിന്നെന്ത് ചെയ്യും, നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ മറ്റുള്ള സബ്ജക്റ്റുകളാണെങ്കിലും ഈ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഇടാൻ പറ്റും. ഫാക്കൽറ്റീനോട് ഡയറക്റ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പോവാത്ത ആളാണ്, നിങ്ങളൊരു റെക്കോർഡ് ക്ലാസ്സിനും പോവാത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ മിഷൻ 2025 എന്നുള്ള ഗ്രൂപ്പിൽ 1000-600 മേലെ ആൾക്കാരുണ്ടാവും. അവിടെ ഇടാൻ നിങ്ങൾക്ക് ഒരു ചടപ്പുണ്ടാവും. പക്ഷേ നിങ്ങളെ കൂടെയുള്ള ഈ 10 ആൾക്കാരോട് ഡെയിലി നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്ന 10 ആൾക്കാരോട് ഒരു സംശയം ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാവില്ല. ഇനീഷ്യലി ഒരു മടി ഉണ്ടെങ്കിലും പിന്നെ മടി ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫോട്ടോ എടുത്തിട്ട് അവരോട് ചോദിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 10 ആളുള്ള ഒരു ടീമാണ് ആക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതിൽ എന്ത് ചെയ്യാണ്, നിങ്ങൾ 10 ആൾ നിങ്ങളുണ്ടെന്ന് പറഞ്ഞ് കൂടി എന്നിട്ട് പിന്നെ പകുതി എത്തിയാൽ നിങ്ങൾ പറയണേ ഞാനില്ല എന്ന് പറഞ്ഞ് ലെഫ്റ്റ് അടിച്ച് പോയാൽ അത് ബാക്കിയുള്ള 9 ആൾക്കാരെ വിഷമിപ്പിക്കുന്നതായിരിക്കും, അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മളും പിന്നെ എന്ത് ചെയ്യണം, അടുത്തൊരാൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, ആരാണോ തയ്യാറായിട്ടുള്ളത് അവർ മാത്രം ഈ ഒരു സ്റ്റഡി പ്ലാൻ, ഈ ഒരു സെക്കൻഡ് സ്റ്റഡി പ്ലാനിലേക്ക് ജോയിൻ ചെയ്താലോ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനീഷ്യലി നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ. ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നല്ല പണിയുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാക്സിമം സ്റ്റുഡൻസിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ റീലൊക്കെ ഇട്ട സമയത്ത് തന്നെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരിലേക്കും ഇത് എത്തിക്കുക. കാരണം എത്ര ആൾക്കാർ ഇത് ഷെയർ ചെയ്യുന്നു ഒന്നും എനിക്കറിയാം. അപ്പം എനിക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. കുറേ ആൾക്കാർ എന്ത് ചെയ്തു, നമ്മളെ ആ റീലൊക്കെ ഷെയർ ചെയ്തു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പോയി ഷെയറിൻ്റെ ഇത് തന്നെ നോക്കിയാൽ മതി. എന്നെ മറന്നു, എന്തായാലും 50ൻ്റെ അടുത്തോ എത്ര ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മാത്രം അത് ഷെയർ ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ കുറേ ആൾക്കാർ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു, പേഴ്സണലി കുറേ ആൾക്കാർ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ളതാണെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി റെക്കോർഡ് ക്ലാസ്സുകളെ പറ്റിയിട്ട്, റെക്കോർഡ് ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യുന്നവർക്കല്ല ഇതുള്ളത്. റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ഷുവറായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അല്ലേ. റെക്കോർഡ് അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റെയും ഫിനാൻഷ്യൽ അക്കൗണ്ട്, അങ്ങനെ കുറേ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് അങ്ങനെ കുറേ ആൾക്കാർ വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണോ ഇതുള്ളത്? അല്ല, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ നിങ്ങൾ മറ്റൊരു ഫാക്കൽറ്റീൻ്റെ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്ത ആൾക്കാരാണ്, നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതേപോലെ നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. കുറേ തരത്തിലുള്ള ആൾക്കാർ വേണം. നേരത്തെ പറഞ്ഞ പോലെ 10 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ 10 ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന ആൾക്കാരാണെങ്കിൽ അത്രയും അടിപൊളി. 10 തരത്തിലുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ കാണുന്നതാണെങ്കിൽ അത്രയും അടിപൊളി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ, ഓരോരുത്തർ കേട്ട് വന്നിട്ടുള്ള ക്ലാസ്സുകൾ ഡിഫറൻറ്റ്, എല്ലാം കോൺസെപ്റ്റ് ശരിയാണെങ്കിലും കേട്ട് വന്നിട്ടുള്ള സ്റ്റൈലുകൾ വ്യത്യാസം ഉണ്ടാവും, കേട്ട് വന്നിട്ടുള്ള എക്സാമ്പിളുകൾ വ്യത്യാസം ഉണ്ടാവും. അത് പോരേടാ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എല്ലാം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും റിസൾട്ടിൻ്റെ ദിവസം
നമ്മളെ ഫാമിലീൻ്റെ മുന്നിൽ അഭിമാനത്തോടു കൂടി നിൽക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനിയുണ്ട് സ്റ്റഡി പ്ലാൻ, ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ കൊളാക്കുന്നില്ല. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു സംഗതി ആയിട്ടുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ തന്നെ മതി, എന്ത് അടിപൊളിയായിട്ട് പാസ്സാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, 1 മന്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് 1 മന്ത് ആദ്യം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ജൂൺ എക്സാം വരെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു 5 സംഗതി ഉണ്ട്. എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻസ് സെറ്റ് ചെയ്യുന്നു, രണ്ടാമതായിട്ടുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു, മൂന്നാമതായിട്ടുള്ള വർക്കൗട്ട്. ഇത് നിങ്ങൾക്ക് ജൂൺ എക്സാം വരെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ചെയ്യും ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഞാനൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്, എക്സാം ആൻഡ് എക്സാമിൻ്റെ വാല്യുവേഷൻ. ഈ ഒരു വാല്യുവേഷൻ, ഈ എക്സാമിൻ്റെ വാല്യുവേഷൻ 1 മന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്താക്കും, റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാക്കും. അതെൻ്റെ ഒരു എഫേർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലേക്കും, വേറെ ഒന്നും കൊണ്ടല്ല. അത്രയും കൗണ്ട് നമ്പർ കയറി കഴിഞ്ഞാൽ എല്ലാവരോടും ഞാൻ വാഗ്ദാനം ചെയ്യാണ്, എന്ത് എടാ അങ്ങനെ എല്ലാവരും ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ 600, ഇപ്പോൾ എന്തായാലും 600, ഇപ്പോൾ എത്രയാണോ 1000, എത്ര 1000 ആണോ 2000 ആണോ 3000 ആണോ എത്ര ആൾക്കാർ പേപ്പറാണെങ്കിലും ഞാൻ ഇരുന്ന് നോക്കും എന്നുള്ള ഒരു മനസ്സിലാണ് ഞാനുള്ളത്. പക്ഷേ ചിലപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൗണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, എനിക്ക് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഓൾറെഡി ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്, അതിൻ്റെ പുറമെ നമ്മൾ റെക്കോർഡ് ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാത്തിൻ്റെയും കൂടെ സമയം ഒരു പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് എന്തായാലും എന്തുണ്ടാവും, ഒരു ജൂൺ എക്സാം വരെ കണ്ടിന്യൂസ് എക്സാമും വാല്യുവേഷനും ഒക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതല്ലാത്ത ആൾക്കാർക്ക് 1 മന്ത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പറയണം. ഇത് എക്സാമിൻ്റെ കാര്യം മാത്രമാണ്, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ജൂൺ എക്സാം വരെ എല്ലാവർക്കും ഫ്രീ ആയിരിക്കും. എക്സാമും വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഞാൻ തരാൻ ഉദ്ദേശിക്കാം. പക്ഷേ അതിൻ്റെ വാല്യുവേഷൻ പറഞ്ഞാലോ അത് പർച്ചേസ് ചെയ്ത നമ്മുടെ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് 100% എന്തായാലും എന്തുണ്ടാവും, എക്സാം വരെ ഉണ്ടാവും. അതേപോലെ ഈ 10 ആൾക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് പറഞ്ഞല്ലോ, സെക്കൻഡ് ഗ്രൂപ്പ്, അതും എക്സാം വരെ ഉണ്ടാവും. എക്സാം നടത്തുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമാണ്, അത് വാല്യൂ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ തന്നെ ഒരു ചെറിയൊരു മുൻകൂർ ജാമ്യം അവിടെ എടുക്കുന്നത്. വീണ്ടും പറയുന്നു, റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്താൽ നമ്മൾ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് അത് കംപ്ലീറ്റ് ഫ്രീ ആക്കും. അപ്പോൾ എനിക്കൊന്നും ഏകദേശം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അത് വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. സാധാരണ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്ന ഒരു വീഡിയോ പോലെ അല്ല ഇത് ചെയ്തിട്ടുള്ളത്, വളരെ ഓപ്പണായിട്ട് നിങ്ങളോട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ടാവും, കാരണം ഞാൻ റിപ്പീറ്റായിട്ട് വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. എഡിറ്റിങ്ങിൻ്റെ സമയത്ത് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കട്ട് ചെയ്യാം, അല്ലാണ്ട് നിങ്ങൾ ഫുള്ള് ഇരുന്ന് കേൾക്കുക, നിങ്ങൾക്ക് എന്തായാലും കാര്യം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ, പ്രയാസമില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക, വേറെ ഒന്നിനല്ല. ഈ ഒരു വീഡിയോ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് റീച്ച് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഞാൻ സാധാരണ എന്ത് ചെയ്യാറില്ല, നമ്മുടെ ഒരു വീഡിയോയിലും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും പറയാറില്ല. അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിലും ചെയ്യാനും പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യും. അത് ഒരു വീഡിയോയിൽ അത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്ന ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ സാർ ഇതിപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞതല്ല, അല്ലടാ, ഞാൻ എൻ്റെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ കണ്ടു നോക്കുക, അതിലൊന്നും ഈ സാധനം മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പ്രയാസമില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഇത് അറിയുന്നത്, കുട്ടികൾ അറിയുന്നത് എന്നുണ്ടെങ്കിൽ അവർ അന്ന് ജോയിൻ ചെയ്യുമ്പോൾ കുറേ പോർഷൻസ് അവർക്ക് മിസ്സായി പോയിട്ടുണ്ടാവും. നമ്മളൊരു സ്റ്റഡി പ്ലാൻ അല്ലേ, അപ്പം വീണ്ടും ഒരേ സംഗതി പഠിക്കാൻ വേണ്ടി സമയം അലോട്ട് ചെയ്യുമോ ഇല്ല. അപ്പം നമ്മൾ ഒരു പകുതി വെച്ച് കയറുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഗ്രൂപ്പുകളിലൊക്കെ മാക്സിമം ആൾക്കാർക്ക് പേഴ്സണലായിട്ട് എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് എടുക്കുകയാണ്, അതേപോലെ നിങ്ങളും എന്ത് ചെയ്യുക, ഒരു ഹെൽപ്പ് അവിടെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ പാസ്സാവാൻ ചാൻസ് ഉണ്ട്, അഥവാ അതുവഴി ഒരു കുടുംബം തന്നെ എന്ത് ചെയ്യാറുണ്ട്, മാറാൻ, അവരുടെ ലൈഫ് തന്നെ മാറാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. ടാറ്റ, ബൈ.